വെൽക്കം ബാക്ക് ടു അമൽ വിജി ഓൺ ദ ഫ്ലോർ. അമൽ വിജി ഓൺ ദ ഫ്ലോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന 10ാം ക്ലാസ് പരീക്ഷയെക്കുറിച്ചാണ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയാണ് വരുന്നത്. എല്ലാ കുട്ടികളും നല്ലതുപോലെ പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ആ വിജയം നേടാൻ സാധിച്ചെങ്കിൽ മാത്രമേ +2-ൽ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അങ്ങനെ +2-ൽ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് നല്ലൊരു കോളേജിൽ കിട്ടണമെങ്കിൽ അവിടെയും നല്ല മാർക്കോടെ പാസ്സാകണം. അങ്ങനെ കോളേജിൽ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ലൊരു ജോലി മേടിക്കാൻ. അപ്പോൾ ഒരു ജോലിയുടെ അടിസ്ഥാനം എന്നത് 10ാം ക്ലാസ് ജയിക്കുക എന്നതാണ്. എന്നൊക്കെ പറയുമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ 10ാം ക്ലാസ് പരീക്ഷ ഒന്നും ഒരു കാരണമേ അല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മാത്രം മതി ഈ 10ാം ക്ലാസ്. അല്ലാതെ ഈ 10ാം ക്ലാസ്സിൽ എന്നെ ഫുൾ A+ ഒക്കെ കിട്ടി പാസ്സാകണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എല്ലാവരും നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ആനുകൂല മാർക്കൊന്നും മേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതിപ്പോൾ 10ാം ക്ലാസ്സും ജയിച്ച് +2-ഉം ജയിച്ച് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ 10ാം ക്ലാസ് എന്നതൊരു അടിസ്ഥാന വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിൽ ജയിക്കുന്നതോ തോൽക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്നത് ആ കുത്തിയിരുന്ന് പഠിക്കണം. തോറ്റുപോയെങ്കിൽ ഭയങ്കര മാനക്കേടാണ്. ആ മാനക്കേട് കാരണം +2-നോ കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാനൊന്നും പോകുന്നില്ല. പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാം ശരിയാകുള്ളൂ എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു കൺസേൺ ആണ്. സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ നല്ലതുപോലെ മാർക്ക് മേടിക്കണം, അത് മറ്റുള്ളവരോട് പറയണം, കുറച്ച് പൊങ്ങച്ചം കാണിക്കണം, അതിൻ്റെയൊക്കെ പേര് പറയുന്നത് മാത്രമാണിത്. നിങ്ങളെന്തായാലും പഠിക്കുക. അതല്ലാതെ ഈ വലിയ മാർക്കിന് വേണ്ടി ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങേണ്ട ഒരു ആവശ്യവും ഇല്ല. ഈ ജസ്റ്റ് ഒരു ഹാഫ് മാർക്കൊക്കെ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് പാസ് മേടിച്ചാൽ മതി. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കത്തില്ല. നിങ്ങൾ ജയിച്ച ഒരു വ്യക്തിയാണോ 100% സർക്കാർ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കും. 100% ഉറപ്പാണത്. അവിടെ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ആ +2 വിദ്യാഭ്യാസമാണ് നിങ്ങളുടെ കരിയറിനെ മെച്ചപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ആ +2-ലാണ് നിങ്ങൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ടത്. അതിപ്പം ഏത് സ്കൂളാണെന്ന് പറഞ്ഞാലും ശരി, അതിപ്പോൾ CBSE ആണെങ്കിലോ അല്ലെങ്കിൽ സർക്കാർ സ്കൂളാണെങ്കിലോ മിഡിൽ ക്ലാസ് സ്കൂളാണെങ്കിലോ ശരി, അങ്ങനെ നന്നായിട്ട് പഠിച്ചാൽ മതി. അവിടെ മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോളേജിൽ പഠിക്കാനുള്ള അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ജസ്റ്റ് പാസ്ഡ് മാർക്കോട് കൂടി അഡ്മിഷൻ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ഫീസ് അടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഈ കോളേജ് വിദ്യാഭ്യാസം മാത്രം മുന്നിൽ ലക്ഷ്യമിടുക. ഈ ഒരു കോളേജ് വിദ്യാഭ്യാസം മുന്നിൽ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ +2-ന് നല്ല മാർക്ക് മേടിക്കുക. +2-ന് കുത്തിയിരുന്ന് പഠിക്കുക. കുത്തിയിരുന്ന് പഠിക്കുക എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറും കുത്തിയിരുന്ന് പഠിക്കുക എന്നതല്ല. നമുക്ക് എപ്പോഴാണോ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അന്നേരം മാത്രം പഠിക്കുക. അതല്ലാതെ അനാവശ്യമായി വേറെ ചിന്തകളൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതൊന്നും മൈൻഡിൽ നിൽക്കുന്ന കാര്യങ്ങളേ അല്ല. അതെല്ലാം പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേനും മറന്നു പോകും. അപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന എല്ലാവരും ഒരു സ്മാർട്ട് വർക്കായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്ത് വിഷയത്തിലാണോ ഇൻട്രസ്റ്റ്, അതെല്ലാം ഒരു സിനിമ പോലെ മനസ്സിൽ ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമയാണ് ഇഷ്ടമെങ്കിൽ ഒരു സിനിമയിലെ കഥാപാത്രങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള പഠന വിഷയമാക്കിയെടുത്ത് അതിനോട് ഉപമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അന്നേരം ഏകദേശം അത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റുള്ള ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കുന്നത് അതിനോട് ഉപമിച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അന്നേരം അതെല്ലാം മറന്നു പോകാതെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നതായിരിക്കും. ഈ 10ാം ക്ലാസ് തോറ്റുപോകുമോ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് കുറയോ എന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഈ 10ാം ക്ലാസ് എന്നൊരു അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമാണ്. അതിനകത്ത് ജയിക്കുന്നതോ തോക്കുന്നതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. നിങ്ങൾ ഇപ്പം മാക്സിമം പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് ജയിക്കും, ജയിക്കാതിരിക്കാം. ജയിച്ചില്ലെങ്കിൽ പരീക്ഷ ഒന്നുകൂടെ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളാരും കുറ്റപ്പെടുത്താനോ സങ്കടപ്പെടുത്താനോ ഒന്നും വരത്തില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ ചിലപ്പോൾ ചോദിച്ചിരിക്കും, എന്താണ് നിങ്ങൾ ജയിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത്. ആ ഒരു കാര്യങ്ങൾ കുറച്ച് നാളത്തേന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മറക്കും. നിങ്ങൾ ഇപ്പോഴത്തെ പ്രസൻസ് അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിനെ നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതിനെ നോക്കി വേണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം 10ാം ക്ലാസ്സിലൊക്കെ ജയിക്കാൻ ശ്രമിക്കുക. തോറ്റാലും വിഷയമില്ല. +2-ൽ നിങ്ങൾ നല്ലതുപോലെ അധ്വാനിച്ച് പഠിക്കുക. അതിനൊപ്പം തന്നെ എൻജോയ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കൂടാതെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താനും നിങ്ങൾ മറന്നു പോകരുത്. ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ +2 കഴിഞ്ഞ് നിങ്ങൾ എന്ത് പഠിക്കാനാണോ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ചിലപ്പോൾ ഡിഗ്രി ആയിരിക്കാം, അത് കഴിഞ്ഞ് എന്തെങ്കിലും കൈത്തൊഴിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വിഷയത്തിനാണോ ഇൻട്രസ്റ്റ് ആ വിഷയത്തിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ആ വിഷയത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആ വിഷയത്തിനെക്കുറിച്ച് മാത്രം പഠിക്കുക. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ 10ാം ക്ലാസ് എന്നത് ഒരു ലക്ഷ്യമേ അല്ല. നിങ്ങൾ പഠിച്ച് ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മാത്രം മതി. അത് കഴിഞ്ഞ് +2-ലെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. അവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഇത്തവണത്തെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും 1000 വിജയാശംസകൾ ഞാൻ നേരുന്നു. ഇനി 10ാം ക്ലാസ് ജയിക്കാതെ പോകുന്നവർക്കും എൻ്റെ ഏറ്റവും നല്ല വിജയഗാഥ ഞാൻ നേരുന്നു. നിങ്ങൾ മാക്സിമം പണിയെടുക്കുക, മാക്സിമം വിജയിക്കുക. +2-ൽ 10ാം ക്ലാസ് ജസ്റ്റ് പാസ്സായാൽ മാത്രം മതി എന്ന് വെച്ച് പഠിക്കാതിരിക്കൽ, പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വാർത്തകളുമായി വരുമ്പോഴേക്കും ദിസ് ഈസ് അമൽ വിജയ് സൈനിങ് ഔട്ട്.